നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. കേരള ജ്യോതിഷത്തിൽ നാഗചരിതങ്ങളിലൂടെ എന്നുള്ളതായിരിക്കുന്ന എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗം പറഞ്ഞിരുന്നു. ഇത് രണ്ടാം ഭാഗമാണ്. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരിൽ ഒരാളായ മരീചിയുടെ പുത്രനാണ് അതിതേജസ്വിയായ കാശ്യപ മഹർഷി. ദക്ഷപ്രജാപതിയുടെ പുത്രിമാരായ കദ്രുവും വിനീതയുമാണ് അദ്ദേഹത്തിൻ്റെ പത്നിമാർ. സുകുമാരികളും സുന്ദരിമാരുമായ ഇരുവരും ഭർത്തൃ ശുശ്രൂഷയിൽ അതീവ തൽപരരായിരുന്നു. പത്നിമാരുടെ ശുശ്രൂഷയിൽ സംപ്രീതനായ കാശ്യപൻ അവർക്ക് ഇഷ്ടമുള്ളതായിരിക്കുന്ന വരം ചോദിച്ചു കൊള്ളുവാൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളത് അനപത്യതാ ദുഃഖമാണ്, അത് തീർക്കുവാൻ അങ്ങ് അനുഗ്രഹിക്കണം എന്നാണ് അവർ പറഞ്ഞത്. കാശ്യപൻ അത് സമ്മതിച്ചപ്പോൾ കദ്രു ഉടനെ അതിശക്തിയുള്ള 1000 മക്കൾ ഉണ്ടാകണം എന്നുള്ളതായിരിക്കുന്ന വരം ചോദിച്ചു. വിനീതയാകട്ടെ കദ്രുവിൻ്റെ മക്കളേക്കാൾ ബലവും പരാക്രമവും ഉള്ള 2 പുത്രന്മാർ മതിയെന്നാണ് ആവശ്യപ്പെട്ടത്. രണ്ടുപേരെയും അവരവരുടെ അഭീഷ്ടം സാധിക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് ശ്രദ്ധയോടുകൂടി ഗർഭം സംരക്ഷിച്ചു കൊള്ളുവാൻ പറഞ്ഞ് കാശ്യപൻ തപസ്സിനായി പോയി. കദ്രുവും വിനീതയും പുത്രജനനവും പ്രതീക്ഷിച്ച് തപോനിരതരായി കാലം കഴിച്ചു. സമയമായപ്പോൾ കദ്രുവിൻ്റെ ഉദരത്തിൽ നിന്നും 1000 മുട്ടകൾ പുറത്തു വന്നു. വിനീത 2 മുട്ടയും പ്രസവിച്ചു. അവർ അതിനെ വേണ്ട വിധം പരിചരിച്ചു പോന്നു. അങ്ങനെ 500 കൊല്ലം കഴിഞ്ഞപ്പോൾ കദ്രുവിൻ്റെ മുട്ടകൾ ഓരോന്നായിട്ട് വിരിഞ്ഞു തുടങ്ങി. അത് നാഗന്മാരായിരുന്നു. കന്നിമാസത്തിലെ ആയില്യം നക്ഷത്രം ദ്വാദശി തിഥി വെള്ളിയാഴ്ച ദിവസമാണ് ആദ്യ അണ്ഡം വിരിഞ്ഞത്. അത് 1000 ഭണങ്ങളുള്ള മിന്നിത്തിളങ്ങുന്നതായ കോടി സൂര്യപ്രഭ പരത്തുന്നതുമായ സാക്ഷാൽ അനന്ത ഭഗവാനായിരുന്നു. പിന്നീട് വാസുകി, തക്ഷകൻ, കാളിയൻ തുടങ്ങി 1000 അണ്ഡങ്ങളും വിരിഞ്ഞു. മക്കളെ കണ്ട് സന്തോഷിച്ച കദ്രു അവയ്ക്ക് പാല് കൊടുത്തു, വളർത്തി വളരെയധികം സ്നേഹത്തോടുകൂടി പരിലാളിച്ചു. കന്യമാസം ആയില്യം നാൾ തുടങ്ങി കുംഭമാസം ആയില്യം വരെയുള്ള ദിവസങ്ങൾ കൊണ്ട് 1000 സർപ്പങ്ങളും പുറത്തു വന്നു എന്നാണ് പറയുന്നത്. അതിൽ തന്നെ 1000 ഫണങ്ങൾ ഉള്ളവ, 500 ഫണമുള്ളവ, പിന്നീട് 100, 10, 5, 3, 1 എന്നിങ്ങനെ ഉള്ളതായിരിക്കുന്ന തല ഉള്ളതായിരുന്നു ആ നാഗങ്ങളെല്ലാം തന്നെ. ഇവരിലെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനാണ് അനന്തൻ എന്ന് മനസ്സിലായല്ലോ. ഈ സമയത്തിൽ വിനീത ആകെ അസ്വസ്ഥയായിരുന്നു. തൻ്റെ മുട്ടകളൊന്നും തന്നെ വിരിയാത്തതിൽ ഉത്കണ്ഠാകുലയായ ആ അമ്മ ക്ഷമയില്ലാതെ തൻ്റെ 2 മുട്ടകളിൽ ഒന്നിനെ പൊട്ടിച്ചു നോക്കി. അതിൽ നിന്നും പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ലാത്ത ശരീരത്തോടുകൂടിയ ഒരു കുട്ടിയെയാണ് അവർ കണ്ടത്. അതിതേജസ്വിയായ ആ കുട്ടിക്ക് ഉരുക്കൾ വളർന്നിട്ടുണ്ടായിരുന്നില്ല. അകാലത്തിൽ അമ്മ മുട്ട പൊട്ടിച്ചത് മൂലം അർദ്ധാംഗനായി തീർന്ന ആ ബാലൻ 500 കൊല്ലം കദ്രുവിൻ്റെ ദാസിയായി തീരുമെന്ന് അമ്മയെ ശപിച്ചു. പിന്നീട് ഇങ്ങനെ പറഞ്ഞു: ഇനിയുള്ള അണ്ടം കൂടി പൊട്ടിച്ച് എൻ്റെ സഹോദരനെ കൂടി വികലാംഗനാക്കി തീർക്കരുത്. സമയമാകുന്ന സമയത്തിൽ അതിൽ നിന്നും എന്നേക്കാൾ അതിതേജസ്വിയായ ഒരു പുത്രൻ ജനിക്കും. ആ മകൻ അമ്മയെ ദാസ്യത്തിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്യും. അതിനി ഒരു 500 കൊല്ലം കൂടി കാത്തിരിക്കണം എന്ന് പറഞ്ഞ് അമ്മയോട് പറഞ്ഞ് ആ കുട്ടി ആകാശത്തിലേക്ക് ഉയർന്നു. ആ വിനീതാപുത്രനാണ് ആദിത്യസാരഥിയായി ഇന്ന് ശോഭിക്കുന്ന അരുണൻ. പിന്നീട് സമയമായപ്പോൾ 2ാമത്തെ മുട്ടയും വിരിഞ്ഞ് ഗരുഡൻ പുറത്തു വന്നു. ആ ഗരുഡൻ അമ്മയെ ദാസ്യത്തിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്തു. മനുഷ്യരിൽ വർണ്ണാശ്രമധർമ്മം ഉള്ളതുപോലെ തന്നെ സർപ്പങ്ങളിലും വർണ്ണഭേദമുണ്ട്. ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ 4 തരത്തിൽ സർപ്പങ്ങളെയും തരംതിരിച്ചിട്ടുണ്ട്. സർപ്പപ്പാട്ടുകളിൽ ഇത് വളരെയധികം വ്യക്തമായി തന്നെ പാടുന്നുമുണ്ട്. ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടതാണ് മണിനാഗങ്ങൾ. ക്ഷത്രിയ കുലത്തിൽപ്പെട്ടവർ നാഗരാജാക്കന്മാരാണ്. വൈശ്യകുലത്തിൽപ്പെട്ടവർ കുഴിനാഗങ്ങളാണ്. കരിനാഗം ശൂദ്രകുലത്തിൽപ്പെട്ടതാണ്. മണിനാഗങ്ങൾ നാഗമാണിക്യം അഥവാ നാഗമണി ഫണത്തിൽ ഉള്ളവയാണ്. സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാത്ത, അതായത് വളരെയധികം സത്യധർമാദികൾ പാലിക്കുന്ന നാഗങ്ങളാണത്. സത്യധർമാദികൾ പാലിക്കുവാൻ വേണ്ടി സ്വന്തം മാതാവിൻ്റെ വാക്കുകളെ പോലും ശരിവയ്ക്കാതിരുന്ന വ്യക്തികളാണ് ഈ മണിനാഗങ്ങൾ എന്ന് പറയുന്നത്. ഇവരെ സത്യസർപ്പങ്ങളായാണ് കണക്കാക്കുക. ഇവർ ബ്രാഹ്മണ കുലത്തിൽ ആണ് ഉള്ളത്. ക്ഷത്രിയ കുലത്തിലെ സർപ്പരാജാക്കളാണ് നാഗരാജന്മാർ എന്ന് പറയുന്നത്. ഈ നാഗരാജാവിൻ്റെ അധീനതയിലാണ് ഭൂമി രക്ഷിക്കുന്ന അല്ലെങ്കിൽ ഭരിക്കുന്ന സർപ്പങ്ങളുള്ളത്.
നാഗരാജാവിനെ പല സ്ഥലങ്ങളിലും ദൈവസമമായി ആരാധിച്ചു വരുന്നുണ്ട്. ഇവരും സത്യധർമാദികളെല്ലാം തന്നെ കൈവിടാതെ ജീവിക്കുന്നവരാണ്. വൈശ്യകുലത്തിൽപ്പെട്ട സർപ്പങ്ങൾ രാജാതിരാജനായ വാസുകിയെ സേവിച്ചിരിക്കുന്നവരാണ്. ഒന്നിലും ചേരാതെ, ആർക്കും ദോഷം വരുത്താതെ, ആർക്കു വേണ്ടിയും നന്മ തിന്മയെ ഗണിക്കാതെ നിഷ്പക്ഷമായി നിന്നിട്ടുള്ളവരാണ് വൈശ്യകുലത്തിൽ ഉൾപ്പെട്ടവർ. ശൂദ്രകുലത്തിൽപ്പെട്ട സർപ്പങ്ങളാണ് വിഷമുള്ള കരിനാഗങ്ങൾ. പലരുടെയും സ്വഭാവ രീതികളൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും ഇവരെയെല്ലാം തന്നെ ഭൂമിയിലെ ജനങ്ങൾ ആരാധനാപാത്രങ്ങളായി സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നും സർപ്പകുലങ്ങൾ നിലനിൽക്കുന്നു. അവയ്ക്ക് വേണ്ട ആചാര ഉപചാരങ്ങൾ ലഭിക്കുന്നുമുണ്ട്.